ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്ന് ഞാനുള്ളത് മയ്യിൽ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ കോർലായി തുരുത്തിയിൽ, അതായത് വളരെ അപൂർവമായിട്ടുള്ള കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് വളരെ അപൂർവമായിക്കൊണ്ടിരിക്കുന്ന കരിമ്പ് കൃഷി. മറയൂർ കരിമ്പ് കഴിഞ്ഞാൽ കേരളത്തിലെ ചരിത്രങ്ങൾ എഴുതപ്പെടുന്ന ഒരു കൃഷിയാണ്. വർഷങ്ങൾക്ക് മുമ്പേ നല്ല രീതിയിൽ കൃഷിയുണ്ടായിരുന്നതാണ് കുറുമാത്തൂര് കോർലായി കോൾത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിലിപ്പോൾ ഇവിടെ വളരെ ചെറിയ രീതിയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പല പ്രശ്നങ്ങളും 3 ആൾ മാത്രമായിട്ട് ഈ കൃഷി ഇവിടെ ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഉസ്സേനിക്കാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ഉസ്സേനിക്കാക്ക് പാരമ്പര്യമായിട്ട് ഉസ്സേനിക്കാൻ്റെ ഉപ്പ കൃഷി ചെയ്ത് പോന്ന അതേ കരിമ്പ് വിത്ത് അത് സംരക്ഷിച്ച് ഇന്ന് ഈ രീതിയിലെത്തി. പ്രവാസ ജീവിതത്തിലും അത് സംരക്ഷിച്ച് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയ ശേഷവും സജീവമായിട്ട് ആ കൃഷിയിലേക്ക് തന്നെ ഇറങ്ങിക്കൊണ്ട്, അതായത് ഇപ്പോൾ അത് കുറഞ്ഞ് വരുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആത്മ അവാർഡ് വരെ നേടിയ നമ്മുടെ അനുഗ്രഹീത കർഷകനാണ് മയ്യിൽ പഞ്ചായത്തിലെ ഹുസൈനിക്ക. ഹുസൈനിക്ക ഈ കരിമ്പ് കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ കാണുന്ന വിശാലമായ രീതിയിൽ, അതായത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിൽ ഇങ്ങനെയുള്ള കൃഷി അപൂർവമാണ്. ഹുസൈനിക്ക, ഇത് എത്ര വർഷമായിട്ടുണ്ടാവും? ഇത് നേരത്തെ 50 വർഷം മുമ്പ് തന്നെ ഞാൻ എൻ്റെ ബാപ്പ ചെയ്യുന്ന ഓർമ്മ എനിക്കുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനൊന്ന് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യായിരുന്നു. ബാപ്പ കൃഷി ചെയ്യുന്ന സമയത്ത് ഇവിടെ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ടായിരുന്ന മെഷീന് കൊണ്ടുവന്നിട്ട് മറ്റേ കാളേനെ കെട്ടിയിട്ട് കറക്കിയായിരുന്നു അന്ന് കരിമ്പിൻ്റെ ജ്യൂസ് എടുത്തിട്ട്. എന്നിട്ട് അത് തിളപ്പിച്ച് വറ്റിച്ച കരിമ്പുണ്ടാക്കുന്ന ഒരു രീതി എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അത് കുറെ കാലഘട്ടം അങ്ങനെ പോയിന്. പിന്നെ ആ തലമുറ എല്ലാരും അങ്ങോട്ട് പോയി. ഇവിടെ ശർക്കര ഉണ്ടാക്കി മറയൂരെന്ന പോലെ ശർക്കര ഇവിടെ ഉണ്ടാക്കി. ആണിവെല്ലം ഉണ്ടാക്കിയ സ്ഥലം ഈ ഭാഗം. പാലമരത്തിന്റെ അച്ചുണ്ടാക്കിയിട്ട് അച്ചുണ്ടാക്കിയിട്ട് അതിൽ കുറുക്കി ഒഴിച്ചിട്ട് ഉറപ്പിച്ചിട്ടാണ് അന്ന് പായിൽ പൊതിഞ്ഞിട്ട് ചാക്കില് ഇട്ടിട്ട് അങ്ങനെയായിരുന്നു അന്ന് മാർക്കറ്റിൽ. അന്ന് ബോട്ടായിരുന്നു ഇവിടെ ഓടിക്കൊണ്ടിരുന്നത്, ബസ്സൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് ബോട്ടിന് കയറ്റി കൊണ്ടുപോയിട്ട് ഇത് വിൽപ്പന നടത്തുന്നതായിരുന്നു അന്നത്തെ കാലഘട്ടം. പിന്നീട് അത് ജ്യൂസിലേക്ക് പോയി. പിന്നെ ഉത്സവപ്പറമ്പ്, മറ്റ് ദർഗകള്, അവിടെയെല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ ജ്യൂസായിട്ട് വിൽക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പം ഒരു വടിക്ക് 200 രൂപ 300 രൂപ വരെ വിൽപ്പന നടക്കുന്നുണ്ട്. അത് വാങ്ങുന്ന ഉപഭോക്താക്കൾ അറിയാം ഇതിന്റെ വില എങ്ങനെയാണെന്ന്. അല്ലാതെ നമ്മുടെ റോഡ് വക്കിൽ നിന്ന് ജ്യൂസ് ആക്കുന്ന കരിമ്പല്ല ഇത്. ഔഷധ ക്വാളിറ്റി ഉള്ളതാണ്. അത് മാത്രം ഇത് വളരെ സോഫ്റ്റ് ആണ്. ഇതാർക്കും കടിച്ചു തിന്നാൻ പറ്റൂ. ജലാംശം കൂടുതലാണ് ഇതിന്റെ അകത്ത്. അതുപോലെ തന്നെ മധുരത്തിന്റെ കണ്ടന്റും കൂടുതലാണ്. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. ഇപ്പൊ ഈ കോർലായിലിയെ സംബന്ധിച്ച് എത്ര ബാക്കി വേറെ നിങ്ങൾ കൂടെ വേറെ 2 ആൾ കൂടി നേരത്തെ ഒരുപാട് ആൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത് 3 ആളിൽ ഒതുങ്ങി. ഒന്ന് ഞാൻ, ഒന്ന് ജനാർദ്ദന്, പിന്നെ ഷഹദ് എന്ന് പറയുന്ന ആള്. ഇവരിൽ മാത്രം ഒതുങ്ങി. ഇത് നമ്മൾക്കും ഇപ്പൊ ഏകദേശം ഇതിനോട് മടുപ്പ് തുടങ്ങി. പിന്നെ ഇതിന് സർക്കാർ ഒരു അംഗീകാരമോ അല്ലെങ്കിൽ ഇതിന് കരിമ്പ് കൃഷി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല. എല്ലാരും ഇങ്ങനെ ഫോട്ടോ എടുത്ത് പോവും, പത്രത്തിൽ വരും. നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും മാതൃഭൂമിയിൽ, മനോരമയില് റിപ്പോർട്ടുകൾ വരുന്നല്ലാതെ നമുക്ക് ഇതിനെപ്പറ്റി ആരും വ്യക്തമായിട്ട് നമ്മളെ കാര്യത്തെപ്പറ്റി അന്വേഷിക്കോ ഇതിന്റെ ഭാവി എങ്ങനെ. ഇപ്പൊ ഏതാനും കൊല്ലം കൊണ്ട് ഈ വിത്ത് നിങ്ങൾ പണ്ട് നടന്ന അത്ര ഏരിയയിൽ ഇല്ലാണ്ട് ചുരുങ്ങുകയും ചെയ്ത് ഇന്ന് കർഷകരും കുറഞ്ഞു. പിന്നെ ഇതിന്റെ സാങ്കേതിക പല ഇതും വേണം. ഇതിന്റെ കഴുങ്ങായാലും ഇത് അത് ഞാൻ മനസ്സിലാക്കിയത് കഴുങ്ങ് കുറെ ഇതിന് വേണ്ടി വരും ഇങ്ങനെ കെട്ടാൻ വേണ്ടി. ഇത് എല്ലാം ഒറ്റ ലെവലിൽ. അപ്പോ ഹുസൈനിക്ക് പറയുന്ന വെച്ചാല് കവുങ്ങ് വംശനാശ, ഈ മഞ്ഞളിപ്പും കാലാവസ്ഥാപരമായ അസുഖങ്ങളും കൊണ്ട് കവുങ്ങ് നാട്ടിലേക്ക് കിട്ടാനില്ലാത്ത അവസ്ഥയിൽ ഇതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഇതിൽ കൂടുതൽ കെട്ടിയിരിക്കുന്നത് കവുങ്ങ്. അത് നിങ്ങളിപ്പം കണ്ടാൽ മനസ്സിലാവും. ഈ കവുങ്ങ് മുളയാകുമ്പോ ഒരു വർഷം നിൽക്കുള്ളൂ എന്നുള്ള രീതിയിൽ ഇതിന് വരുന്ന പ്രധാനപ്പെട്ട ഇതാണ് ഇത് വരുന്നത്. പിന്നെ വെച്ചാൽ ഇതിനെന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ വരുമോ? മറ്റു രോഗങ്ങളൊന്നുമില്ല. അടിയിൽ ചെതലിന്റെ ഒരു ശല്യം മാത്രമേ ഇതിനുള്ളൂ. ചെതലിന്റെ അത്രേ ഉള്ളൂ. പിന്നെ ഈ കാര്യമായിട്ട് വേണ്ടത് വെള്ളം തന്നെയാണ്. വെള്ളം ജൈവവളം വേണം. മധുരം കൂടുതലുണ്ടാവും. അല്ലെ? രാസവളം കൂടുതൽ ഉപയോഗിക്കുമ്പോ മധുരം ഉണ്ടാവില്ല.
അപ്പൊ ഇതിനിപ്പോ എന്തെങ്കിലും പിന്നെ ഈ കഴിഞ്ഞ മഴയെ സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ കൃഷിയിലുണ്ടായി? കഴിഞ്ഞ ചെറിയ വെള്ളപ്പൊക്കത്തിന് വെള്ളം കുറച്ച് ദിവസം നിന്നതിന്റെ പേരിൽ കുറെ അടി ചീഞ്ഞിട്ട് നഷ്ടപ്പെട്ടു. വെള്ളം ഇങ്ങനെ വെള്ളം ഇതിൽ കെട്ടിക്കിടക്കുമ്പോ ഇതുപോലെ ഇങ്ങനെ ഒഴിവുകൾ വന്നു നിറയെ ഉണ്ടാവുക. കെട്ടിക്കിടക്കുന്നതിന്റെ ഇതില് വേര് ചെയ്യുന്ന ഒരു പിന്നെ ഇതാവും. ഏകദേശം ഇത് വിളവെടുക്കാനായിട്ടുണ്ടാ? ഇത് ഏകദേശം ഫെബ്രുവരിയിൽ. അതായത് നമ്മൾ ഈ പരിസരത്തുള്ള കാവുകളിലും ആയാറമൂലം നേർച്ച അമ്പലങ്ങളിലുള്ള പരിപാടിയിൽ മെയിനായിട്ടുള്ള ബിസിനസ് നടക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഇത് ഇങ്ങനെ രീതിയിൽ കുറഞ്ഞു വരുമ്പം ഇനി സമീപകാലത്ത് നമുക്ക് ഉത്സവങ്ങളിലൊക്കെ പോയാൽ കരിമ്പ് ഇനി കിട്ടുമോ എന്നുള്ളത് തന്നെ പറയാൻ കഴിയില്ല. കാരണം ഇനി മറയൂരിന്നൊന്നും അങ്ങനൊന്നും ഇങ്ങോട്ട് വരാൻ നമുക്ക് കടിച്ചു തിന്നാൻ പറ്റില്ല. മറയൂർ അങ്ങൊന്നും പുറത്തൊന്നും വരാൻ സാധ്യതയില്ല. ഇവിടെയുള്ള പല നേർച്ചകളിലും ഒക്കെ ഇപ്പം നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് കഴിക്കുന്ന ഒരു പ്രത്യേക ഇതാണ്. പിന്നെ ഇതിനേതെങ്കിലും വിത്തിനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വിത്ത് വേറെ എവിടെയും കിട്ടില്ല അല്ലേ? വിത്ത് വേറെ എവിടെയും കിട്ടില്ല. ഇത്രയും സോഫ്റ്റായ കരിമ്പ് എവിടെയും കിട്ടില്ല അല്ലേ? പിന്നെ ഏത് വർഷമാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്? 2016 2016 സമ്മിശ്ര കൃഷിക്കുള്ള അവാർഡ് പിന്നെ ഹുസൈനിക്കാനെ തേടിയെത്തിയിട്ടുണ്ട്. അപ്പോ പിന്നെ അത് ഇതിപ്പോ കരിമ്പ് മാത്രമായിട്ട് ചുരുക്കിയിട്ടുള്ളത് കൃഷി എല്ലാ കൃഷിയും ഉണ്ടല്ലേ? കൂട്ടത്തിൽ ഇത് കുറച്ച് കൊണ്ടുവന്നു അതല്ലേ? അപ്പോൾ ഹുസൈനിക്കാന്റെ കുറെ പിന്നെ കരിമ്പിന്റെ കുറച്ച് ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഹുസൈനിക്കാന്റെ വിശാലമായ റോബസ്റ്റ തോട്ടമാണിത്. മയ്യിൽ പട്ടണത്തിലേക്ക് പിന്നെ കണ്ണൂർ ജില്ലയിലെ അധിക പട്ടണത്തിലേക്കും ഇവിടുന്ന് നിരവധി റോബസ്റ്റ എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ വിപണിയെ സജീവമായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കർഷകൻ കൂടിയാണ് ഹുസൈനിക്ക. ആ തോട്ടത്തിന്റെ വിശാലമായ ഹുസൈനിക്ക ഈ മണ്ണ് ഈ റോബസ്റ്റ ഇനത്തിന് വേണ്ടി നല്ല അനുകൂലമായ ഇതാണോ അല്ലെ കാണുമ്പോ? മണലും അത് കോറലായി പിന്നെ അപ്പുറം പുഴയുടെ കരയായുണ്ട്. രണ്ടു ഭാഗം പുഴയായി ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഒരു പൂഴിയുടെ ഇതിലുള്ളതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഈ ഹുസൈനിക്ക കൃഷി ചെയ്യുന്ന റോബസ്റ്റ പലവിധം റോബസ്റ്റകളുണ്ട്. ഈ കാണുന്ന ഹുസൈനിക്ക ഇത് ഗ്രാൻഡ് നൈൻ എന്ന് പറയുന്ന ഒരു ഇനാണ്. ഗ്രാൻഡ് നൈൻ അല്ലാതെ പിന്നെ കുണ്ടുവാഴ എന്ന് പറഞ്ഞ ഇനം വേറെയുണ്ട്. കുണ്ടുവാഴ എന്ന് പറയുന്ന ഇതുണ്ട്. കാരണം ഇത് പഴുത്ത് വിപണിയിലേക്ക് എടുക്കാനുള്ള ഒരു ഇതായിപ്പോയി. കുറച്ച് ദിവസം ഇങ്ങോട്ട് വരാത്ത ഹുസൈനിക്ക കാണുന്നതാ ഗ്രാൻഡ് നൈനും പിന്നെ കുണ്ടുവാഴയുണ്ട്. പിന്നെ യെല്ലോ കളറുള്ള കായുള്ളതുണ്ട്. യെല്ലോ കളറുള്ള അല്ലെ? റോബസ്റ്റയിലുള്ള ഒരു മഞ്ഞ ഇനമാണ്. മഞ്ഞ ഇനം അല്ലെ? മഹാരാഷ്ട്രൻ പ്രൊഡക്റ്റ് മഞ്ഞ ഇനമാണ് ഈ കാണുന്നത്. ഇതപ്പോ പിന്നെ ഫുൾ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ നിറത്തിലുള്ളതാണെന്നാണ് പറയുന്നത്. ഇത് ഈ കാണുന്ന വിശാലമായ ഏകദേശം ഈ റോബസ്റ്റ് എത്ര ഏക്കർ ഉണ്ടാവും ഏകദേശം പിന്നെ ഹുസൈനിക്ക? റോബസ്റ്റ് മാത്രം ഒരു ഏക്കറിൽ കൂടുതൽ അല്ലേ? ഇത് വിപണി മയ്യിലാണ്. ഈ വീഡിയോ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും നേരിട്ടിട്ട്, അതായത് ഇങ്ങനെയുള്ള കർഷകരെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഇതിനു മുമ്പിൽ വീഡിയോ പറഞ്ഞു, ഇങ്ങനെയുള്ള കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് വിപണി വിലയിൽ നിന്ന്
കൂടിയ വിലക്ക് വാങ്ങിച്ചുകൊണ്ട്, അതായത് വെറും ജൈവികമായ നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന കൃഷി രീതി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്ന സാഹചര്യത്തിൽ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹുസൈനൊക്കെ പഴുപ്പിച്ച് തരും. അത് 2 ഗുണം നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. ഒന്ന്, നല്ല ക്വാളിറ്റിയുള്ള സാധനം, നമ്മളെ മുന്നിൽ തന്നെയുള്ള ക്വാളിറ്റിയുള്ള സാധനം. പിന്നെ 2, ഇങ്ങനെയുള്ള കർഷകർക്ക് ഒരു 1-2 രൂപ അധികം കിട്ടിക്കൊണ്ട് ഈ ഒരു കൃഷി രീതിയെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മളുടെ കൈവശത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സമീപിക്കാവുന്നതാണെന്നും കൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങളെ പറയുകയാണ്. ഇവിടെ വന്നപ്പോൾ ചെങ്കദളി, ഇതിനിടയിൽ ചെങ്കദളിയുടെ നല്ല ഒരു കാഴ്ചയും കൂടി കാണാൻ പറ്റി. ഏകദേശം അത് വിളവെടുക്കാനായിരുന്നു തോന്നുന്നു ഹുസൈനിക്ക. ചെങ്കദളിയുടെ ഈ കാണുന്ന തോട്ടങ്ങൾ മുഴുവൻ വാഴയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ്. ആറ്റുകാൽ ഇതല്ലേ, ഇത് ആറ്റുകാൽ നേന്ത്ര ഇനത്തിൽ പെടുന്നതാണെന്നാണ് ഹുസൈനിക്ക പറയുന്നത്. ഇതൊക്കെ പുതിയ തലമുറ അറിയാത്തൊരു സംഭവമാണ്. അതെന്താണ് ആറ്റുകാൽ നേന്ത്ര എന്ന് പറയാൻ കാരണം? ഹൈറ്റ് 20 കിലോ കുറയാതെ കൊല കിട്ടുന്ന രീതിയിലുള്ള കൊലയാണ് ആറ്റുകാൽ. തിരുവനന്തപുരം ആറ്റുകാലല്ലേ? ആറ്റുകാൽ നേന്ത്ര ഇനത്തിൽപ്പെടുന്നതാണ് ഈ ഒരു കൊല. അപ്പൊ ഇത് പിന്നെ ഹൈറ്റ് കൂടുമ്പോ ഇത് നിക്കാൻ വേണ്ടി സപ്പോർട്ട് കൂടുതൽ വേണ്ടി വരും അല്ലേ? ഇത് നല്ല ബലമുണ്ട് ഈ വാഴക്ക്. അടി പൊട്ടൂല അല്ലെ? അങ്ങനെ ഒരു ഗുണമുള്ളത് കൊണ്ട് അങ്ങനെ പ്രശ്നം വരൂല അല്ലെ? പിന്നെ നമ്മൾ ഈ തുമ്പി തൊരപ്പൻ അതിന്റെ മാത്രമേ വിഷയം വരുള്ളൂ. വിഷയം ഉണ്ടാവും. വാഴ ഒടിയോ വെള്ളം ഒടിയൊന്നും ഇല്ല. ഹുസൈനിക്ക, ഇത് മഴക്കാലത്തുള്ള എത്രയാ ബുദ്ധിമുട്ട്? എങ്ങനെയാ വന്നത്? ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ 300ഓളം വാഴ, ഈ വർഷം തന്നെ 300ഓളം വാഴ നഷ്ടപ്പെട്ടു. 300ഓളം വാഴ ഈ വർഷം ഒടിഞ്ഞു. അതിന്റെ ഫോട്ടോയെല്ലാം എടുത്ത് എല്ലാം തന്നെ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ചെയ്തതിന്. പക്ഷെ അന്ന് കിട്ടിയിട്ടൊന്നുമില്ല. കഴിഞ്ഞ വർഷവും കിട്ടിയിട്ടില്ല. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഈ കൊർലായി തുരുത്ത് എന്ന് പറയുന്നത് 270 ഏക്കറോളം സ്ഥലമുള്ളത് ഇന്ന് 210 ഏക്കറായി കുറഞ്ഞുകൊണ്ടിരിക്കുക. അത്രയോ നിലവിൽ കൃഷിസ്ഥലം തന്നെ ഈ പുഴയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. കാരണം ഇപ്പം വെള്ളപ്പൊക്ക ഭീഷണി എല്ലാ വർഷവും കൂടുതലായി വരുമ്പം അതൊരു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കൊർലായി തുരുത്ത് എന്ന് പറയുന്ന സ്ഥലം. മലയോര മേഖല, വയനാടൻ മേഖലയിലെ വെള്ളം പോലും ഒഴുകി വളവട്ടണം പുഴയിലേക്ക്, സമുദ്രത്തിലേക്ക് പോകുന്ന റൂട്ടായതുകൊണ്ട് വലിയ ഒരു 270, ഹുസൈനിക്ക പറയുന്ന 270 ഏക്കർക്ക് മേലെ സ്ഥലമുള്ള സ്ഥലം ഇപ്പോൾ 210ആയി. അത് ഇനി വരും കാലങ്ങളിൽ ഈ ദ്വീപ് ചരിത്രമാകുമോ എന്നുള്ളൊരു 1500 കുടുംബത്തിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കൃഷിസ്ഥലങ്ങൾ, അതും കൂടി ഒരു ഭീഷണിയായിട്ട് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് നിരവധി പത്രവാർത്തകളും മീഡിയകളിലൊക്കെ നിരവധി തുരുത്തിടിയുന്നതിനെ സംബന്ധിച്ച് വന്നിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ കൃഷി രീതി കാണുമ്പോഴുള്ളൊരു ഇതിനുള്ള ഒരു പ്രതിസന്ധി, ഭാവിയിൽ വരാൻ പോകുന്ന പ്രതിസന്ധിയും കൂടി ഒന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള നിരവധി വീഡിയോകളുമായിട്ടുള്ള വിഷയവുമായി ഇനിയും ബന്ധപ്പെടാം നിങ്ങളുമായിട്ട്. ഈ കൃഷി, അതായത് കണ്ണിന് വളരെ കുളിർമ നൽകുന്ന ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് വലിയ ഒരു ധാർമ്മികമായ രീതിയിൽ കൃഷി ചെയ്യുന്ന ഹുസൈനിക്ക പിന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ബന്ധപ്പെടാം, ഇതുമായിട്ട് മനസ്സിലാക്കാം. ഇദ്ദേഹം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, കരിമ്പായിക്കോട്ടെ, റോബസ്റ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ അടുത്ത് വന്ന് വാങ്ങിച്ച് ഇദ്ദേഹത്തിൻ്റെ ഓർഗാനിക് രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കാവുന്നതാണ്. കൂടുതൽ വിഷയങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.